നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ പശ്ചിമേഷ്യയിൽ തൽക്കാലത്തേക്ക് കൈവന്നിരിക്കുന്ന സമാധാനം കുറഞ്ഞത് ഒരു വർഷമെങ്കിലും, അതായത് അടുത്ത ഒക്ടോബർ വരെയെങ്കിലും നിലനിർത്തിയേ മതിയാവൂ എന്ന വാശിയിലാണ് ട്രംപ്. ഇക്കുറി അല്പം വൈകിപ്പോയതുകൊണ്ട് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം കിട്ടിയില്ല. അത് ട്രംപിൻ്റെ ജീവിത സ്വപ്നങ്ങളിലൊന്നാണ്. അടുത്ത വർഷം അത് ട്രംപിന് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സാധിച്ചെടുത്തിരിക്കുന്ന ഈ സമാധാനം ഒരു വർഷമെങ്കിലും നിലനിൽക്കണം. അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് ട്രംപ് ഇപ്പോൾ. 2 ഇസ്രായേലി സൈനികരെ ഹമാസ് വധിച്ചപ്പോൾ ഇസ്രായേലി സേന അതിശക്തമായി തിരിച്ചടിക്കുകയും ഏതാണ്ട് 60ഓളം ഫലസ്തീനികളെ കൊല്ലുകയും ചെയ്തപ്പോൾ ഞെട്ടിപ്പോയത് ട്രംപായിരുന്നു. തൻ്റെ സമാധാന ശ്രമം 10 ദിവസം തികയുന്നതിന് മുൻപ് ഇല്ലാതാകാൻ സമ്മതിക്കില്ല എന്ന വാശിയിൽ തൻ്റെ മരുമകനെയും പശ്ചിമേഷ്യയുടെ പ്രത്യേക ദൂതനെയും മാത്രമല്ല വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും ഇസ്രായേലിലേക്ക് അയച്ചു. ഇസ്രായേലിൻ്റെ മേൽ സമ്മർദ്ദവും ഭീഷണിയും ഒന്നും വിലപ്പോകില്ലെന്നും അവരെ സമന്വയിപ്പിക്കുക മാത്രമാണ് വഴിയെന്നും ട്രംപ് മനസ്സിലാക്കി. ഇസ്രായേലിനോട് അടങ്ങിയിരിക്കൂ, ഇനി ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറയാൻ എത്തിയതായിരുന്നു JD വാൻസ്. എന്നാൽ വാൻസിൻ്റെ മുൻപിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു എടുത്തു നൽകിയത് ഞെട്ടിക്കുന്ന ഒരു കണക്കായിരുന്നു. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഭീകരവാദികൾ ഫലസ്തീനിലെ മറ്റ് ഭീകര പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് ഇസ്രായേൽ അതിർത്തി ഭേദിച്ച് കൂട്ടക്കൊല നടത്തിയ ശേഷം 2 വർഷം നീണ്ട യുദ്ധത്തിൽ 20,000 ഹമാസ് ഭീകരരെ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന കണക്കാണ് കൊടുത്തത്. ഹമാസിൻ്റെ തലവന്മാരും കമാൻഡർമാരും അടക്കം ഏതാണ്ട് 20,000-ഓളം പേരെ വകവരുത്തി. ആ സമയത്ത് ഹമാസിനുണ്ടായിരുന്നത് 30,000 ഭീകരവാദികളായിരുന്നു. 5 റീജിയനുകളും 24 ബ്രിഗേഡുകളും 140 കമ്പനികളുമായി ഈ 30,000 പേരായിരുന്നു ഗാസയെ നിയന്ത്രിച്ചിരുന്നതും ഭരിച്ചിരുന്നതും. അവർക്ക് ഇറാൻ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും ആയുധങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ളവ അവർ കൈവശപ്പെടുത്തിയിരുന്നു. ആ 30,000 ഹമാസ് ഭീകരന്മാരിൽ 20,000 പേരെയും ഇസ്രായേൽ സേന വകവരുത്തിയെങ്കിലും ഈ കാലയളവിൽ പുതിയതായി 10,000 പേരെ റിക്രൂട്ട് ചെയ്തു. അങ്ങനെ ഹമാസ് ഇപ്പോഴും 20,000 പേരുടെ ശക്തിയിൽ തുടരുന്നു എന്നാണ് ഇസ്രായേൽ കണക്കുകളും തെളിവുകളും സഹിതം JD വാൻസിന് മുൻപിൽ സമർപ്പിച്ചത്. എന്ന് വെച്ചാൽ ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ലക്ഷ്യം ബഹുദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും ഹമാസിൻ്റെ കൈവശം ഹ്രസ്വദൂര മിസൈലുകളും റോക്കറ്റുകളും അടക്കം വലിയ തോതിൽ ആയുധ സമ്പത്തുണ്ട്. ഗാസയുടെ നിയന്ത്രണം ഹമാസ് ഉറപ്പിക്കുന്നത് ഹമാസ് ടണലുകളിലൂടെയാണ്. ഈ ടണലുകളിൽ 25% ഇസ്രായേൽ സേന തകർത്തു. എന്ന് വെച്ചാൽ ടണലുകളുടെ ഭൂരിഭാഗവും ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. 2 വർഷം കഠിന പ്രയത്നം ചെയ്തിട്ടും ഹമാസ് ശക്തിയായി തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് അവരിൽ ഏതാണ്ട് 7,000-ഓളം പേർ പുറത്തിറങ്ങി ഗസയുടെ നിയന്ത്രണം പിടിച്ചെടുത്തിരിക്കുന്നത്. ആ നിയന്ത്രണം അവർ കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം ഹമാസിന് ടണലുകളിൽ മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ സഹായിച്ച സംഘടനകളെയും വ്യക്തികളെയും പ്രമാണിമാരെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ്. അവരെ പരസ്യമായി വധിക്കുന്നതിൻ്റെയും പീഡിപ്പിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ കൃത്യമായ തെളിവുകളോടെ JD വാൻസിന് മുൻപിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകി. ചിലരെ മുട്ടുകുത്തി പിറകോട്ട് കൈകെട്ടി കുനിച്ചു നിർത്തി വെടിവെച്ച് കൊല്ലുന്നത്, ചിലരെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്, ഇരുമ്പ് ദണ്ഡുകൾ ഉപയോഗിച്ച് മർദ്ദിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. ഹമാസിൻ്റെ ഭീകരമായ ഈ ക്രൂരതയ്ക്ക് കയ്യും കെട്ടി നിൽക്കാൻ സാധ്യമല്ല എന്ന് JD വാൻസിന് അപ്പോൾ തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നു. മാത്രമല്ല തൊട്ടു പിന്നാലെ ഹമാസിന് അതിശക്തമായ മുന്നറിയിപ്പ് നൽകി ട്രംപ് രംഗത്ത് വന്നു. ഇതുവരെ ഹമാസിൻ്റെ ശക്തിയെ കുറച്ച് കാണിച്ച് ഇസ്രായേലിനോട് മര്യാദയ്ക്കിരിക്കൂ, അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമുക്കെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞിരുന്ന ട്രംപ് ഹമാസിന് അന്തിമ താക്കീത് നൽകി. ഹമാസിനെ നിരായുധീകരിച്ച് മതിയാവൂ എന്ന ഇസ്രായേലിൻ്റെ പിടിവാശിയുടെ അർത്ഥം ട്രംപിന് പിടികിട്ടി. ഹമാസിനെ വാഴാൻ വിടരുതേ, അവരെ നിരായുധീകരിക്കുന്നത് മാത്രമാണ് ഫലസ്തീനിലെ ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഏക മാർഗമെന്ന് ട്രംപും തിരിച്ചറിഞ്ഞു. കൗതുകമുണർത്തുന്ന കാര്യം അതല്ല, ട്രംപിൻ്റെ ഈ നിലപാടിനെ അറബ് രാജ്യങ്ങൾ പോലും പിന്തുണയ്ക്കുന്നു എന്നതാണ്. ഇന്തോനേഷ്യയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഹമാസിനെ കൈകാര്യം ചെയ്യാൻ ഇരച്ചു കയറാൻ തയ്യാറായി നിൽക്കുന്നു. താൻ അവരോട് കാത്തിരിക്കൂ, സമയമായില്ല, അവർ നന്നാവുന്നെങ്കിൽ നന്നാകട്ടെ എന്ന് പറഞ്ഞു എന്നുള്ള സന്ദേശത്തോടെയാണ്
ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു സന്ദേശം ഇന്നലെ പോസ്റ്റ് ചെയ്തത്. അത് ഹമാസിനുള്ള ശക്തമായ മുന്നറിയിപ്പായിരുന്നു. ന്യൂമറസ് ഓഫ് അവർ നൗ ഗ്രേറ്റ് അലീസ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ഏരിയാസ് സറൗണ്ടിങ് ദ മിഡിൽ ഈസ്റ്റ് ഹാവ് എക്സ്പ്ലിസിറ്റ്ലി ആൻഡ് സ്ട്രോങ്ലി വിത്ത് ഗ്രേറ്റ് enthusiasm informed me that they would welcome the opportunity at my request to go into Gaza with a heavy force and straighten our Hamas if Hamas continues to act badly in violation of their agreement with us. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ, അതായത് അറബ് രാജ്യങ്ങൾ എന്നെ വിളിച്ചു പറയുന്നു, ഞങ്ങളെ അനുവദിക്കൂ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഗാസയിലേക്ക് പോകാം, എന്നിട്ട് ഞങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഹമാസിനെ തീർക്കാം. അവർ വളരെയേറെ കഷ്ടപ്പെട്ട് നമ്മളുണ്ടാക്കിയിരിക്കുന്ന സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നു. അതായത് ഇസ്രായേൽ പോവേണ്ട കാര്യമില്ല, അറബ് രാജ്യങ്ങൾ തന്നെ പോയി തീർക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. The love and spirit for the Middle East has not been seen like this in 1000 years. പശ്ചിമേഷ്യയിൽ ഇത്തരത്തിലുള്ള സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി കണ്ടിട്ടില്ല. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ തിങ് ടു ബിഹോൾഡ്. ഇത് വളരെ മനോഹരമാണ്, നിലനിൽക്കട്ടെ. ഐ ടോൾഡ് ദീസ് കൺട്രീസ് ആൻഡ് ഇസ്രായേൽ, ഞാൻ ഈ രാജ്യങ്ങളോടും ഇസ്രായേലിനോട് പറഞ്ഞു, നോട്ട് യെറ്റ്, സമയമായില്ല. ദർ ഈസ് സ്റ്റിൽ ഹോപ്പ് ദാറ്റ് ഹമാസ് വിൽ ഡു വാട്ട് ഈസ് റൈറ്റ്. ഇനി അല്പം സമയം കൂടി കൊടുക്കാം, ഹമാസിന് വിവേകമുണ്ടാവട്ടെ, അവർ ചെയ്യേണ്ടത് ചെയ്യട്ടെ. ഇനിയാണ് പ്രധാനപ്പെട്ട വാചകം, ഇഫ് ദേ ഡു നോട്ട് an end to Hamas will be fast, furious and brutal. ഹമാസ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ അന്ത്യം പ്രവചനാതീതമായിരിക്കും, ക്രൂരമായിരിക്കും, വേഗതയിലായിരിക്കും എന്ന് കൃത്യമായി പറയുകയാണ്. ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഓൾ ഓഫ് ദോസ് കൺട്രീസ് ദാറ്റ് കോൾ ടു ഹെൽപ്പ്. എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച എല്ലാ രാജ്യങ്ങളോടും നന്ദി പറയുന്നു. ആരാണ്? ഇസ്രായേൽ അല്ല, അറബ് രാജ്യങ്ങൾ. ഹമാസിനെ തീർക്കാൻ അറബ് രാജ്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ അവർക്ക് നന്ദി പറയുന്നു. ഓൾസോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ കൺട്രി ഓഫ് ഇന്തോനേഷ്യ ആൻഡ് ഇറ്റ്സ് വണ്ടർഫുൾ ലീഡർ for all the help they have shown and given to the Middle East and USA. ഇന്തോനേഷ്യയുടെ പേരെടുത്ത് പറയുകയാണ്. ഇന്തോനേഷ്യയുടെ അസാധാരണ പ്രഗത്ഭനായ ഭരണാധികാരി, നന്മയുള്ള മനുഷ്യൻ, ഞാൻ അദ്ദേഹത്തെ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. To everyone, thank you for your attention to this matter, പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ്. ഇതുവരെ ട്രംപ് ഹമാസിന് കൊടുത്ത ഏറ്റവും ശക്തമായ മുന്നറിയിപ്പാണിത്. ട്രംപ് ഹമാസിനോട് പറയുന്നു, നിങ്ങളെ പിന്തുണച്ചിരുന്ന അറബ് രാജ്യങ്ങൾ ആ നിലപാട് തിരുത്തിയിരിക്കുന്നു. നിങ്ങൾ അവരുടെ തണലിൽ സുഖമായി കഴിയാമെന്ന് കരുതിയാൽ വെറുതെയാണ്. നിങ്ങളെ തീർക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്താൽ അത് ചെയ്യുന്നത് നിങ്ങൾ സഹായിക്കുമെന്ന് കരുതുന്ന അറബ് രാജ്യങ്ങളായിരിക്കും. അതിനവസരം കൊടുക്കരുത്, ആയുധം താഴെ വയ്ക്കുക. ഇതുതന്നെയാണ് JD വാൻസും പറഞ്ഞത്. ബാക്കി അവശേഷിക്കുന്ന 15 മൃതദേഹങ്ങൾ തിരിച്ചു തരാൻ അല്പം കൂടി സമയം തരാം. അത്ര വേഗതയിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ നിങ്ങളെ നിരായുധീകരിച്ചേ മതിയാവൂ. നിങ്ങൾക്ക് അധികാരം നൽകാൻ കഴിയില്ല. നിങ്ങൾ ഒഴിഞ്ഞുപോയാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾ ഒഴിപ്പിക്കും. ഇത് ഹമാസിനും പിടികിട്ടി. ഇന്നലെ 2 മൃതദേഹങ്ങൾ കൂടി വിട്ടുകൊടുത്തു. എന്ന് വെച്ചാൽ ഇനി 13 മൃതദേഹങ്ങളാണ് ബാക്കിയുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഹമാസിന്റെ അന്ത്യമെടുത്തിരിക്കുന്നു. ഹമാസിനെ അവിടെ നിലനിൽക്കാൻ ട്രംപിന്റെ ആനുകൂല്യത്തിൽ, ദയയിൽ ഗസയിൽ നിയന്ത്രണം തുടരാം എന്നുള്ള മോഹം അവസാനിക്കുന്നു. അറബ് രാജ്യങ്ങൾ കൈവിടുന്നു. ഹമാസ് ഇല്ലാത്ത ഒരു കാലം മാത്രമേ ഇസ്രായേലിന് പൊറുക്കാനാവൂ എന്ന് തിരിച്ചറിഞ്ഞ് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിജയിച്ചിരിക്കുന്നു. ഹമാസിന് മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല. സുഹൃത്ത് രാജ്യങ്ങൾ കൂടി കൈവിട്ടിരിക്കുന്നു. ആയുധങ്ങൾ താഴെ വെച്ച് ഫലസ്തീനിലെ ജനതയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കണം. അല്ലെങ്കിൽ തീർത്തുകളയും അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല, അറബ് രാജ്യങ്ങളും ചേർന്ന്